നക്ഷത്രക്കാരെ തൊട്ടാൽ സാമ്പത്തികമായി നശിക്കും. ഈ ലോകത്ത് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരാണ് ദാനശീലർ. ധർമ്മനിഷ്ഠയോടെ തനിക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകാൻ മടിയില്ലാത്ത, എപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ ദ്രോഹിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നിങ്ങൾ സൂക്ഷിക്കുക. ഇവർ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മവും പ്രപഞ്ചത്തിന്റെ ഒരു നിക്ഷേപമാണ്. അത് ദൈവത്തിന്റെ കൃപയാൽ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ ദ്രോഹിച്ചാൽ നിങ്ങൾ അവരുടെ പുണ്യത്തിലോ ദൈവത്തിന്റെ കൃപയിലോ ആണ് കൈവയ്ക്കുന്നത്. ദൈവം നിങ്ങളോടായിരിക്കും പകരം വീട്ടുക. നിങ്ങളുടെ സമ്പത്തിന്റെ വഴികൾ അപ്രതീക്ഷിതമായി അടയും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും നിങ്ങളുടെ വീട്ടിൽ ധനം നിലനിൽക്കില്ല. കയ്യിലുള്ള പണം പെട്ടെന്ന് ചോർന്നുപോകും. എത്ര വലിയ സമ്പാദ്യമാണെങ്കിലും അത് ക്ഷയിച്ചു തുടങ്ങും. ഈ ദാനശീലരുടെ ഗണത്തിൽ വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. പുണർദം നക്ഷത്രക്കാർ അങ്ങേയറ്റം ദയാലുക്കളും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചവരുമാണ്. ഇവരെ ദ്രോഹിക്കുന്നത് വലിയ പാപമാണ്. അതുപോലെ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശാഖം നക്ഷത്രക്കാർ പ്രതിഫലം ഇച്ഛിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായവരാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട പൂരാടം നക്ഷത്രക്കാർ തങ്ങൾക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഈ നക്ഷത്രക്കാരെ ദ്രോഹിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയാണ് ഏറ്റവും കൂടുതൽ തകരുക. ഓർമ്മിക്കുക, ദാനശീലന്റെ ശാപം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ തലമുറ പോലും പേറേണ്ടി വന്നേക്കാം.